ഒരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ്. പാങ്കോങ് തടാകത്തിലെ തങ്ക താറാവുകൾ. തൃശൂർ കറന്റ് ബുക്സ് ആണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഞാൻ വളരെ വേഗം തന്നെ ഈ പുസ്തകം പരിചയപ്പെടുത്താം. നമ്മൾ യുദ്ധത്തെക്കുറിച്ച് കേൾക്കാതെയോ കാണാതെയോ ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല. എന്നും ഏത് സമയത്തും ലോകത്തിന്റെ പല ഭാഗത്തും പല രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിലാണ്. കഴിഞ്ഞ ഒരു വർഷം 100-ൽ പരം യുദ്ധങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തും നടന്നിട്ടുണ്ട്. ഈ യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കുന്നത് ആയുധങ്ങളെക്കുറിച്ചാണ്, വിജയങ്ങളെക്കുറിച്ചാണ്, വിജയകാഹളങ്ങളെക്കുറിച്ചാണ്, കെടുതികളെക്കുറിച്ചാണ്. പക്ഷെ ഒരു യുദ്ധത്തിലും മനുഷ്യൻ ജയിക്കുന്നില്ല. ആരാ ജയിക്കുന്ന? അഹങ്കാരം ജയിക്കുന്നു, അല്ലെങ്കിൽ ആയുധപ്പോര് ജയിക്കും. തോൽക്കുന്നത് മനുഷ്യത്വം. പലതരം മനുഷ്യർ. സൈനികരുണ്ട്, അവരുടെ കുടുംബങ്ങളുണ്ട്, മരിച്ചുപോയവരുടെ കുടുംബങ്ങൾ, അംഗഭംഗം വന്ന് ജീവിതം മുഴുവൻ കിടപ്പിലാകുന്നവർ, കൂട്ടപലായനം ചെയ്യുന്നവർ, പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്നവർ, ഇങ്ങനെ അനേകം. അതിലൊരു കൂട്ടരുണ്ട്, ഒരുപക്ഷെ നമ്മൾ അധികം ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല. രാജ്യാന്തര പ്രണയികൾ, ബൈ നേഷൻ കപ്പിൾ. 2 രാജ്യക്കാർ തമ്മിൽ പ്രണയിക്കുന്നു, സ്നേഹിക്കുന്നു, അവർ ഒന്നിക്കുന്നു, വിവാഹം കഴിക്കുന്നു. അങ്ങനെ ലക്ഷോപലക്ഷം ആൾക്കാർ ഈ ലോകത്ത്. ഈ യുദ്ധങ്ങൾ അവരുടെ ജീവിതത്തിലും വലിയ സങ്കീർണതകളും പ്രശ്നങ്ങളും കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് അധികം ആലോചിച്ചു. ഇത്തരത്തിലുള്ള പ്രണയങ്ങൾ ഇന്ന് വലിയ പുതുമയൊന്നുമല്ല. ഒരുപക്ഷെ രാജീവ് ഗാന്ധിയുടെ കാലത്തോ KR നാരായണന്റെ കാലത്തോ ഒക്കെ ഇതൊക്കെ ഒരു പുതുമയാകാം. പക്ഷെ ഇന്ന് ലോകം ഒരു ചെറിയ ലോകമായി ചിലന്തി വല പോലുള്ള ഇന്റർനെറ്റിൽ കുരുങ്ങിക്കിടക്കുമ്പോൾ ആളുകൾ തമ്മിൽ അകലമില്ല. കൂടുതൽ ജോലി തേടി പുറത്തോട്ട് പോകുന്ന നമ്മുടെ അനേകായിരം യുവാക്കളും യുവതികളും, അവരിൽ ചിലരെങ്കിലും അവിടെയുള്ള ആളുകളെ പങ്കാളികളായി കണ്ടെത്തുന്നു. അവിടെ സെറ്റിലായിരിക്കുന്ന നമ്മളുടെ ഇന്ത്യക്കാരുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവിടെയുള്ളവരെ കല്യാണം കഴിക്കുന്നു. ഇങ്ങനെ ലോകമെമ്പാടും ലക്ഷോപലക്ഷം രാജ്യാന്തര പ്രണയങ്ങളുണ്ട്. അധികാരികൾ വേലുകെട്ടിത്തിരിക്കുന്ന അതിർത്തികൾക്ക് മേലെ കൂടുകെട്ടി പ്രണയശലഭങ്ങളായി കഴിയുന്നവർ. മനോഹരമായ പ്രണയത്തിൽ ഇങ്ങനെ ഒരു പ്രമേയം മലയാള സാഹിത്യത്തിൽ ഇതുവരെ കഥയ്ക്കോ നോവലിനോ പ്രമേയമായിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇങ്ങനെയുള്ള ഒരു രാജ്യാന്തര പ്രണയത്തിന്റെ സങ്കീർണതകളും വെല്ലുവിളികളും ബാഹ്യശക്തികൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും. ഒരു ഇന്ത്യക്കാരന്റെയും ചൈനക്കാരുടെയും കഥ. ഒരു സാധാരണ മലയാളി റാഹേൽ ജോലിയുടെ ഭാഗമായിട്ട് ചൈനയിലെത്തുന്നു. അവന്റെ ദ്വിഭാഷിയായി വരുന്ന എമിലി എന്ന ചൈനക്കാരി അവന്റെ ജീവിതത്തിലേക്കും കടന്നു വരുന്നു. അവർ തമ്മിൽ ഇഷ്ടപ്പെടുന്നു. അതും വളരെ രസകരമായ ഒരു സാഹചര്യത്തിൽ അവർ പ്രണയം തുറന്നു പറയും. ഒരു പന്തയം വെക്കുന്നു. പന്തയത്തിന്റെ ഭാഗമായിട്ട് അവർ ബിയർ കുടിക്കുന്നു. ബിയർ കുടിയിൽ തോൽക്കുന്ന റാഹേൽ ജയിക്കുന്ന എമിലി സമ്മാനമായിട്ട് ചോദിക്കുന്ന മറ്റൊന്നുമല്ല, റാഹേലിനെ തന്നെയാണ്. റാഹേലിന്റെ ജീവിതമാണ്. കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആ മധുരകരമായ പ്രണയം അവൻ അറിയുമ്പോൾ അവനത് അംഗീകരിക്കുകയാണ്. അവർ ഒന്നിക്കുന്നു. അങ്ങനെ കോവിഡിന് ശേഷം, കുറെ കാലത്തിന് ശേഷം വീട്ടുകാരെ കാണാൻ, മാതാപിതാക്കളെ കാണാൻ റാഹേൽ കേരളത്തിലേക്ക് വരുന്നു. കൂടെ എമിലിയും കുട്ടിയും. അവരുടെ ജീവിതത്തിൽ ഓൾറെഡി പലതരം വെല്ലുവിളികളുണ്ട്. നമ്മൾ മറ്റെല്ലാ പ്രണയങ്ങളിലും അല്ലെങ്കിൽ രാജ്യാന്തര പ്രണയങ്ങളിൽ പ്രത്യേകിച്ചും കാണുന്ന പോലെ ഭാഷ, ഭക്ഷണ, വേഷ, സംസ്കാര വ്യത്യാസങ്ങളും വെല്ലുവിളികളും. മസാല ഇഷ്ടപ്പെടുന്ന മലയാളി, മസാലയുടെ മണം കേട്ടാൽ ഓക്കാനം വരുന്ന ചൈനീസുകാരി, കപ്പയെ സ്നേഹിക്കുന്ന മലയാളി, നൂഡിൽസിനെ ഇഷ്ടപ്പെടുന്ന, നൂഡിൽസിൽ ജീവിക്കാൻ കഴിയാത്ത ചൈനക്കാരി. ഇങ്ങനെ വളരെ സങ്കീർണതകൾ നേർന്ന ഒരു ബന്ധം. കേരളത്തിൽ വരുന്ന അവർ അവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളിൽ അറിയാതെ വലിച്ചിഴക്കപ്പെടുന്നു. ഒരു ബൈ ഇലക്ഷൻ നടക്കുന്നതിന്റെ ഭാഗമായി വെറുതെ ഒരു ചാരക്കഥ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും മെനഞ്ഞുണ്ടാക്കി അവരെ ബലിയാടാം. റാഹേൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. എമിലിയെ നാടുകടത്തുന്നു. അവരുടെ ജീവിതം വീണ്ടും സങ്കീർണതകളിലേക്ക് നീങ്ങുന്നു. ഇനി എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഒരുപക്ഷെ നേരിട്ട് വായിച്ച് അറിയുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ പുസ്തകത്തിന് ഇങ്ങനെ ഒരു പേരിടാൻ ഒരു കാരണമാണ്. ഇന്ത്യയും ചൈനയും പങ്കിടുന്ന മനോഹരമായ ഒരു തടാകമാണ് പാങ്കോങ് തടാകം. നമ്മൾ 3 ഇഡിയറ്റ്സിലൊക്കെ കണ്ടിട്ടുള്ള തടാകം, മഞ്ഞുറയുന്ന തടാകം. അതിന്റെ കരയിൽ ഊണും ഉറക്കുമില്ലാതെ നിൽക്കുന്നുണ്ട്. പരസ്പരം പോരടിക്കാൻ, ചാടി വീഴാൻ കാത്തിരിക്കുന്ന സൈനികർ. അതിനിടയിൽ സ്വച്ഛന്തമായ തടാകത്തിൽ ജലരേഖ പോലെ ആരോ കോറിയിട്ട ഒരു അതിർത്തി രേഖ. പക്ഷെ ഇതിന് നടുവിലുള്ള ഒരു മനോഹരമായ തുരുത്ത്. അവിടെ ദേശാടന പക്ഷികൾ വരും. പ്രത്യേകിച്ചും ബ്രാഹ്മണി ഡക്സ്, തങ്കത്താറാവുകൾ. അവർ വന്നു
കളിച്ചുല്ലസിക്കും. അതിർത്തി ഭേദമില്ലാതെ, വേലികളില്ലാതെ, നിറവ്യത്യാസങ്ങളില്ലാതെ, സംസ്കാര വ്യത്യാസങ്ങളില്ലാതെ അവർ നീന്തി തുടിക്കും. അതാണ് പ്രണയം. മറ്റൊന്നും കാണാതെ, ചുറ്റുമുള്ളതൊന്നും ഗൗനിക്കാതെ പ്രണയിക്കുക. ആ പ്രണയമാണ് ഈ പുസ്തകത്തിലുമുള്ളത്. നിങ്ങൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ ഇത് വായിക്കുക. അപ്പം എല്ലാവർക്കും നന്ദി. താങ്ക് യു.